ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ വിവിധ പ്ലേലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏത് ഭാഗമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഏതാണത്? ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ. കറക്റ്റ്. ഇംഗ്ലീഷ് ഒഴുക്കോടുകൂടി സംസാരിക്കാൻ തുടങ്ങിയല്ലേ? ഇല്ലേ? കുറച്ചും കൂടെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. ഉടനെ പ്ലേലിസ്റ്റിൽ പോയി ആവശ്യമായ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രാക്ടീസ് ക്ലാസ്സുകൾക്ക് ആവശ്യമായ സൊല്യൂഷൻസ് കണ്ടുവരൂ. അതിൻ്റെ തുടർച്ചയാണിത്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ മറ്റൊരു ഭാഗമായ ABC പ്രിൻസിപ്പിൾ എന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ മറ്റൊരു പ്രിൻസിപ്പിൾ അഥവാ ടെക്നിക് കടന്നു വന്നിട്ടുണ്ട്. എന്തത്? അതന്നെ. എന്താണ്? പ്രോനൗൺസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത 1, 2, 3 പ്രിൻസിപ്പിൾ. ഓക്കെ, റിതമിക് എന്ന് തോന്നുന്നുണ്ടല്ലേ? ABC പ്രിൻസിപ്പിൾ എന്ന് കേൾക്കുമ്പോഴും തീർച്ചയായിട്ടും ABC പ്രിൻസിപ്പിൾ ഇംഗ്ലീഷിൽ ഒരു പരിശീലന രീതിയായി സ്വീകരിക്കുന്ന ഒന്നാണ്. ഇതിലും താളാത്മകതയുണ്ട്. എന്താണ് ABC പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ABC ടെക്നിക്? A സ്റ്റാൻഡ്സ് ഫോർ എബിലിറ്റി, B സ്റ്റാൻഡ്സ് ഫോർ ബിലീഫ് ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ കോൺഫിഡൻസ്. അതായത് ഇംഗ്ലീഷ് പരിശീലിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ കഴിവിൽ, എബിലിറ്റിയിൽ, പൊട്ടൻഷ്യാലിറ്റിയിൽ വിശ്വാസം അർപ്പിക്കുക. എല്ലാവരും ഏബിളാണ്. എബിലിറ്റി നമുക്കുണ്ട്, അതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. സ്ട്രോങ് ബിലീഫ് ഇൻ അവർ എബിലിറ്റി, അതാണ് ആവശ്യം. എന്നിട്ടോ കോൺഫിഡൻസോടുകൂടി അത് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സ്പ്രസ് ചെയ്യാം. ഈ ABC 3 അക്ഷരങ്ങൾ യഥാർത്ഥത്തിൽ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നതാണ്. ട്രയാങ്കുലർ ഷേപ്ഡ് പ്രാക്ടീസാണ്. എന്താ ഈ ട്രയാങ്കുലർ ഷേപ്ഡ് പ്രാക്ടീസ്? നമ്മൾ 3 ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ 3 വ്യക്തികളെ, 3 വസ്തുക്കളെ 3 പൊസിഷനിൽ നിർത്തി സെൻറ്റൻസുകളാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. അത് സ്പീഡപ്പ് ചെയ്ത് നോക്കിയേ. ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ ശാസ്ത്രീയ സിദ്ധാന്തപ്രകാരമുള്ള ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പീച്ച് ഓർഗൻസ് സംഭവിക്കും. നിങ്ങൾ സ്വാഭാവികമായും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി മാറും. ഉദാഹരണം, പ്രോനൗൺസ് എന്ന വ്യാകരണ ഭാഗം തന്നെ എടുത്ത് പരിശീലിച്ച് നോക്കാം. അതായത് 3 വ്യക്തികളെ, ഒന്ന് ഷീ, ഇപ്പോൾ A എന്ന രൂപത്തിൽ ഒരു പൊസിഷനിൽ ഷീ എന്ന വ്യക്തിയെ നിർത്തി. B എന്ന പൊസിഷനിൽ ഹി, അതുപോലെ തന്നെ C എന്ന പൊസിഷനിൽ പറയുന്ന ആൾ തന്നെ ആയി. ഈ 3 പൊസിഷൻസിൽ നാം 3 പ്രോനൗൺസിനെ നിർത്തി സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന നോക്കൂ. നേരത്തെയുള്ള വീഡിയോയിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇതേ മാതൃകയിൽ നമ്മൾ വ്യത്യസ്ത നാമങ്ങളും ഉപയോഗിക്കും. പൂക്കളുടെ പേര്, പക്ഷികളുടെ പേര്, മനുഷ്യരുടെ പേരുകൾ, രാഷ്ട്രത്തലവന്മാരുടെ പേരുകൾ,
ഫ്രണ്ട്സിൻ്റെ പേരുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി സ്വായത്തമാക്കാവുന്നതാണ്. എക്സാമ്പിളിലേക്ക് കടന്നു വന്നോളൂ. എങ്ങനെയാണ് നമ്മൾ ABC പ്രിൻസിപ്പിൾ പ്രോനൗൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന നോക്കൂ. ഷീ ആസ്ക്ഡ് മീ. അപ്പോൾ ഷീ എന്ന് പറയുമ്പോൾ എ എന്ന പൊസിഷനിൽ നിൽക്കുന്നു ഷീ. ഷീ ആസ്ക്ഡ് മീ. സി എന്ന പൊസിഷനിൽ നിൽക്കുന്ന എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? എബൌട്ട് ഹിസ് ബിസിനസ്. എന്താ ബി എന്ന പൊസിഷനിലേക്ക് പോയി. അപ്പോൾ എ ഉണ്ട്, ഇപ്പുറത്ത് ബി ഉണ്ട്, ഇപ്പുറത്ത് സി ഉണ്ട്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ എ ആസ്ക്ഡ് സി എബൌട്ട് ബി because A doesn't know about B. C told A about B because C knows about B. നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. ഒരു ശ്രദ്ധിക്കണം, അവിടെ കറക്റ്റ് സെൻറ്റൻസുകളാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇനി ഈ എ ബി സി എ നമ്മൾ മാറ്റി 3 പ്രോനൗൺസ് എടുത്തു. എന്താണ്? ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ് ഷീ ഡസൻറ്റ് നോ അബൌട്ട് ഹിം. ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ് ഐ നോ ഹെർ. കണ്ടോ? പൊസിഷൻസ് മാറുന്നില്ല, പ്രോനൗൺസ് മാറുന്നില്ല. ഇനി കൊച്ചു കുട്ടികൾ ആവശ്യപ്പെടാറുണ്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ്, അവർക്ക് ഇഷ്ടപ്പെട്ട എക്സാമ്പിൾസ്. ഏതാണത്? അതിതാണ് പൂക്കളുടെ പേരുകൾ. എന്താണ്? സൺഫ്ലവർ. എ എന്ന പൊസിഷനിൽ സൺഫ്ലവർ ഉണ്ട്. ബി എന്ന പൊസിഷനിൽ ലോട്ടസ്. ഇപ്പോൾ സൂര്യകാന്തി, ലോട്ടസ്. സി എന്ന പൊസിഷനിൽ റോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പൊസിഷൻ മാറ്റി തന്നെ സംസാരിക്കാം. അപ്പോൾ സൂര്യകാന്തി താമരയോടാണ് ചോദിക്കുന്നത് റോസിൻ്റെ മനോഹാരിതയെക്കുറിച്ച്. എങ്ങനെയാണ് ചോദിക്കുക? ദ സൺഫ്ലവർ ആസ്ക്ഡ് ലോട്ടസ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് റോസ്. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്? ബിക്കോസ് ദ സൺഫ്ലവർ ഡസൻറ്റ് നോ അബൌട്ട് റോസ്. ലോട്ടസ് ടോൾഡ് ദ സൺഫ്ലവർ അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് റോസ് ബിക്കോസ് ലോട്ടസ് നോസ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് റോസ്. റോസിൻ്റെ മനോഹാരിതയെക്കുറിച്ച് താമരയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് സൂര്യകാന്തിയോട് പറഞ്ഞത് റോസ് എത്ര മനോഹരമാണെന്ന്. സിമ്പിളാണ് അല്ലേ? ഞാനിത് ചില ക്ലാസ്സുകളിൽ കൊടുത്തപ്പോൾ കുട്ടികളോട് ഈ നൗൺസ് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ABC പ്രിൻസിപ്പിൾ പ്രകാരം കുട്ടികൾ നൗൺസ് മാറ്റി മൃഗങ്ങളുടെ പേര് കൊടുത്തു. എങ്ങനെയാണ് അവർ തുടങ്ങിയത്? ടൈഗർ ആസ്ക്ഡ് ദി എലിഫൻറ്റ് അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് ലയൺ ബിക്കോസ് ടൈഗർ ഡസൻറ്റ് നോ about the strength of lion. An elephant told the tiger about the strength of the lion. നമ്മൾ ദ ലയൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ലയൺ എന്ന രൂപത്തിലല്ല, അത് ഡെഫിനിറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ആ നാമങ്ങളെ ഡെഫിനിറ്റ് ആക്കാൻ വേണ്ടി, പിന്നെ നമ്മുടെ സെൻറ്റൻസ് പറയാൻ വേണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ പ്യുവർ ഗ്രാമാറ്റിക്കൽ റൂൾസ് നമ്മൾ ഈ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണം എന്നില്ല. അപ്പോൾ ഒന്നും കൂടെ അത് പറയാം. ടൈഗർ, ഇനി ആർട്ടിക്കിൾസ് ഇല്ലാതെ പറഞ്ഞാലോ, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഇല്ലാതെ പറഞ്ഞാലോ, ടൈഗർ ആസ്ക്ഡ് എലിഫൻറ്റ് അബൌട്ട് ലയൺസ് സ്ട്രെങ്ത് ബിക്കോസ് ടൈഗർ ഡസൻറ്റ് നോ
about lion's strength. An elephant told tiger about lion's strength because elephant knows about lion's strength. ഇത് കുറച്ചും കൂടെ വിപുലമായ രൂപത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് ചില പേരുകളെടുത്ത് പ്രാക്ടീസ് ചെയ്താലോ? ഉദാഹരണത്തിന് മമ്മൂട്ടി, എ എന്ന പൊസിഷനിൽ മമ്മൂട്ടി നിൽക്കുന്നു. ബി എന്ന പൊസിഷനിൽ ദിലീപ് എന്ന നടൻ നിൽക്കുന്നു. അല്ലെങ്കിൽ ആ പൊസിഷനിൽ നമ്മൾ അവരെ മനസ്സിൽ കാണുന്നു. സി എന്ന പൊസിഷനിൽ മോഹൻലാൽ നിൽക്കുന്നു. അങ്ങനെ സെൻറ്റൻസ് പറയുന്നത് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമുള്ളതാണിത്. ഇവ സെൻറ്റൻസുകളാണ്. അത് ഓട്ടോമാറ്റിക്കലി അവരിൽ തിങ്കിങ് ആൻഡ് സ്പീക്കിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നേരത്തെ ഫ്ലുവൻസി തിയറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ള സയൻറ്റിഫിക് തിയറിയിൽ ഇതുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ച നോം ചോംസ്കിയുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയും ഡോക്ടർ പാവ്ലോവിൻ്റെ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന തിയറി പ്രകാരം നമ്മുടെ മെമ്മറി യൂണിറ്റിൽ അത് കണ്ടീഷൻഡായി മാറും, റിഫ്ലക്റ്റ് ചെയ്യും നമ്മളിൽ. യെസ്. പിന്നെ അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്ന രൂപത്തിൽ വരും. അതൊരു ബയോളജിക്കൽ കേപ്പബിലിറ്റിയായി മാറും നമ്മളിൽ. ഇതിൻ്റെ പിന്നിലൊക്കെ ശാസ്ത്രമുണ്ട്. പല പുസ്തകങ്ങളും റെഫർ ചെയ്യേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്താൻ. എന്നാൽ ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് സ്ഥിരമായി കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയാണ്. ശരി, സിനിമാ ഫീൽഡിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയാണ് ഈ എ ബി സി എങ്ങനെയാണ്? എ ബി ഇപ്പുറത്ത് വന്നു, സി ഇപ്പുറത്ത് വന്നു, ട്രയാങ്കുലർ പൊസിഷനിൽ വന്നു. യെസ്, അത് എ ആരാണ്? മമ്മൂട്ടി. മമ്മൂട്ടി ആസ്ക്ഡ് മോഹൻലാൽ അബൌട്ട് ദിലീപ്സ് ന്യൂ ഫിലിം. ആർക്കും മനസ്സിലായിട്ടില്ല ദിലീപിൻ്റെ പുതിയൊരു ഫിലിം വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതി വിധിയൊക്കെ പുറത്ത് വന്നാണ്. കോടതി വിധിയൊക്കെ വന്നു, അതിനുശേഷവും വിവാദം തുടരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം ഒന്നുകൂടെ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. അത് സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ്. ഓക്കെ, എന്തായാലും അത്തരം നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. എന്തു തന്നെയായാലും നമുക്കൊരു സാമൂഹികതയുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു സമീപനവും അതുപോലെ തന്നെ മനോഭാവമൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഗുണകരമായി പോസിറ്റീവായി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ് ഇറ്റ് ബി ദെയർ. അത് അതിൻ്റെ പാട്ടിന് വിട്ടെ. അപ്പോൾ ഓക്കെ, തിരിച്ചു വരും നമ്മുടെ ഈ പ്രാക്ടീസിലേക്ക്. എന്താണ് പ്രാക്ടീസ് വരുന്നത്? മമ്മൂട്ടി ആസ്ക്ഡ് മോഹൻലാൽ അബൌട്ട് ദിലീപ്സ് ന്യൂ ഫിലിം ബിക്കോസ് മമ്മൂട്ടി ഡസൻറ്റ് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. കാരണം കുറച്ച് കാലമായി അദ്ദേഹം ചികിത്സയിലൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കനുസരിച്ച് തിരിച്ചു വന്നു. ഓക്കെ, വി റെസ്പെക്റ്റ് ഓൾ. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ വിവാദമായി ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? വയനാടുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചതും അല്ലേ, കൂടെ പോയ ആളുകളും ഇതൊക്കെ നിങ്ങൾ പത്രവാർത്തയിലൂടെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഓക്കെ, അത്തരം ആളുകളുടെ പേരുകൾ തന്നെ നമ്മൾ ഈ എക്സാമ്പിൾ സെൻറ്റൻസസിലേക്ക് കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ നിങ്ങൾ എല്ലാത്തിൻ്റെ ഭാഗമാണല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, മമ്മൂട്ടി asked Mohanlal about Dileep's new film because Mammootty doesn't know about Dileep's new film, and Mohanlal told Mammootty about Dileep's new film because Mohanlal knows about it. അതാണ് അവിടെ. ഇത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡയലോഗ് ഫോംസിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എത്ര ഭംഗിയായിട്ട്. Who asked? Mammootty asked. To whom actually Mammootty asked? Mammootty asked to Mohanlal. Actually, what did Mammootty ask to Mohanlal? Mammootty asked Mohanlal about Dileep's new film. Why did Mammootty ask Mohanlal about Dileep's new film?
എത്ര സ്പീഡിലാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഡയലോഗ് ഫോംസിലേക്ക് മാറ്റാൻ പറ്റുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് അക്വിസിഷൻ, ഓട്ടോമാറ്റിക് ആൻഡ് റാപ്പിഡ് അക്വിസിഷൻ ഓഫ് ഇംഗ്ലീഷ് കോമ്പിറ്റൻസി ഓർ കോമ്പിറ്റൻസി ഇൻ ഇംഗ്ലീഷ് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എബൌട്ട് വാട്ട് ആക്ച്വലി വാട്ട് ഡിഡ് മമ്മൂട്ടി ആസ്ക് മോഹൻലാൽ എബൌട്ട്? മമ്മൂട്ടി ആസ്ക്ഡ് മോഹൻലാൽ എബൌട്ട് ദിലീപ്സ് ന്യൂ ഫിലിം. വൈ ഡിഡ് മമ്മൂട്ടി ആസ്ക് മോഹൻലാൽ about Dilip's new film? Mammootty asked Mohanlal about Dilip's new film because Mohanlal knows about Dilip's new film. Mammootty was not here. Mammootty was not here. So that time Mohanlal was here. So he knows about it. അങ്ങനെ ഇനി വേണമെന്ന് വിചാരിച്ചാൽ ഓരോ രാജ്യത്തിലെ നേതാക്കന്മാരുടെ പേരുകൾ പോലും പരാമർശിച്ചുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസസ് ഇവിടെ ABC പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ആസ് എ ഫ്ലുവൻസി സൊല്യൂഷൻ. ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? രാഷ്ട്രത്തലവന്മാർ. A എന്ന സ്ഥാനത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ നിർത്തി, B എന്ന സ്ഥാനത്ത് ഇറാനെ, C എന്ന സ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ. അപ്പോൾ എങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നത്? ദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്ര മോദി ആസ്ക്ഡ് ദി അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് എബൌട്ട് ഇറാൻസ് ന്യൂക്ലിയർ പവർ. ആണവായുധം കൈവശമുണ്ടെന്നും അതിൻ്റെ നിർമ്മാണം തുടരുന്നു എന്നും ആണല്ലോ യുദ്ധകാരണങ്ങളിലൊന്ന്. മറ്റു പല കാരണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇതിനെക്കുറിച്ച് വളരെ മൈക്രോസ്കോപ്പിക്കലി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, അതെന്താവട്ടെ, ദാറ്റ്സ് പൊളിറ്റിക്സ്, സ്റ്റേറ്റ്സ് അഫയേഴ്സ്. ഓക്കെ, ഇനി എങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്? The American President, Mr. Donald Trump, replied or told the Indian Prime Minister, Mr. Narendra Modi, about Iran's nuclear power because the American President knows about it. Israel knows about it. അല്ലേ? അപ്പോൾ നമുക്ക് സ്പീഡിൽ ചോദ്യം ഉത്തരവ് ഒരു ഡയലോഗ് ഫോമിലേക്ക് പറയുമ്പോൾ ABC, ഈ ABC പ്രിൻസിപ്പിൾ പ്രകാരം പറയുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഈ നാച്ചുറൽ ഫ്ലുവൻസി കരസ്ഥമാക്കാൻ കഴിയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. The Indian Prime Minister Mr. Narendra Modi asked the American President Mr. Donald Trump about Iran's nuclear power because the Indian Prime Minister does not know about Iran's new project. But American President told the Indian Prime Minister about Iran's nuclear power and nuclear weapons because the American President knows about Iran's new project and plan. ഇതിങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ടോപ്പിക്സ് പോലും ABC പ്രിൻസിപ്പിൾ അഥവാ ടെക്നിക്കിലൂടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ലാംഗ്വേജ് ലേണർക്കും ഉണ്ടാകും എന്ന കാര്യം നിസ്സംശയം. ഏതായാലും ABC പ്രിൻസിപ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.